മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പോര് തുടരുകയാണ്. അങ്ങനെ ഇരിക്കവേ ഒരു പറ്റം മൃഗങ്ങളായ കാട്ടുപന്നികൾ കാടിനകത്ത് കയറിയുള്ള മനുഷ്യവേട്ടയെ എതിർത്തു. അവർ മനുഷ്യരെ കൊണ്ട് തന്നെ നിയമങ്ങൾ എന്ന പേരിൽ ഉടമ്പടി ഉണ്ടാക്കി. കാട് അവർക്കും നാട് മനുഷ്യർക്കും. കാടിനകത്ത് കയറിയോ അല്ലാതെയോ മൃഗങ്ങളെ വേട്ട നടത്തിയാൽ മനുഷ്യനെ തന്നെ തടവിലിടണം. ഇതായിരുന്നു ഉടമ്പടി. എന്നാൽ ഉടമ്പടി പ്രകാരം വംശവർദ്ധനവ് നേടിയ അവർ വരം നേടിയ ഭസ്മാസുരനെ പോലെ അവസരം കിട്ടിയപ്പോൾ അതേ മനുഷ്യരുടെ നിയമം ഉപയോഗിച്ച് അവറ്റകൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യരുടെ ജീവിതം തകർത്തു. അതോടെ ജീവിതമില്ലാതായ മനുഷ്യർ സ്വയം ഇല്ലാതായി തുടങ്ങി. പക്ഷേ കാട്ടുപന്നി കൂട്ടത്തിന് അറിയാത്തൊരു കഥയുണ്ട്. ഈ പറയപ്പെടുന്ന ഭസ്മാസുരന് വരം നൽകിയ ദൈവത്തെ ആടിയും പാടിയും ആരാധിച്ചും സൃഷ്ടിച്ചത് മനുഷ്യനാണ്. മനുഷ്യരിൽ നിയമങ്ങളിൽ വിധേയപ്പെട്ടും ജീവിക്കുന്നവരും വിധേയപ്പെടാത്തവരെയും മാത്രമാണ് പന്നിക്കൂട്ടങ്ങൾ കണക്ക് കൂട്ടിയതെങ്കിൽ അവർക്ക് തെറ്റി. ഇനിയും ഒരു കൂട്ടരുണ്ട്. നിയമങ്ങളെ അനുസരിക്കുന്നത് പോലെ അഭിനയിച്ച് നിയമങ്ങളെ ബഹിഷ്കരിക്കുകയോ കബളിപ്പിക്കുകയോ ചെയ്യുന്നവർ. അക്കൂട്ടരെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാം ഉഡായിപ്പുകൾ എന്ന്. ഇനി അത്തരത്തിൽ ഒരുവന്റെ വരവാണ്. തെയ്യക്കോലങ്ങളിലെ പൊട്ടൻ ദൈവത്തെ പോലെ ഒരുവന്റെ വരവ്. കാണുക AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച MN സ്റ്റോറി ബോർഡ് സിനിമാസിന്റെ ആദ്യ കഥാമൂവി. യൂട്യൂബിൽ MN സ്റ്റോറി ബോർഡ് സിനിമാസ് എന്ന ചാനലിലും ബിനോയ് സ്റ്റോറി ബോർഡ് എന്ന ഫേസ്ബുക്ക് പേജിലും റിലീസ് ചെയ്യുന്നു.